ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖലീൽ ജിബ്രാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയിട്രി ആയ ഓൺ ചിൽഡ്രൻ്റെ സമ്മറിയാണ്. ബിഫോർ മൂവിംഗ് ടു ദ പോം, ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ പോയിറ്റ് ഖലീൽ ജിബ്രാൻ. About the poet Khalil Gibran. Gibran Khalil Gibran, usually referred to English as Khalil Gibran, was a Lebanese American writer, poet and visual artist. He is best known as the author of The Prophet, which was first published in the United States in 1923 and has since become one of the best-selling books of all time, having been translated into more than 100 languages. The Prophet is a book of 26 prose poetry fables written in English. It was originally published in 1923 by Alfred A. Knopf. It is Gibran's best-known work. The Prophet's name is Al-Mustafa. The name Al-Mustafa means chosen or selected one. The book is divided into chapters dealing with love, marriage, children, giving, eating and drinking, work, joy and sorrow, houses, clothes, etc. The poem On Children is taken from The Prophet. So, On Children എന്ന പോം എഴുതിയത് ലെബനീസ് അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ഖലീൽ ജിബ്രാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് എന്ന ബുക്കിൽ 26 പ്രോസ് പോയട്രി ആണുള്ളത്. The poem was originally written in English and it was published in 1923 by Alfred A. Knopf. ആൽഫ്രഡ് എ നോഫ് എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ദ പ്രോഫിറ്റ് എന്ന വർക്ക് പബ്ലിഷ് ചെയ്തത് ഇൻ 1923. ദ പ്രോഫിറ്റ് എന്ന ബുക്കിനെ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ചാപ്റ്റേഴ്സിലും അദ്ദേഹം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. ഉദാഹരണത്തിന് ലവ്, മാരേജ്, ചിൽഡ്രൻ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, വർക്ക്, ജോയ്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആൻഡ് ദ പ്രോഫിറ്റ്സ് നെയിം ഈസ് അൽ മുസ്തഫ. പ്രോഫിറ്റിന്റെ പേര് അൽ മുസ്തഫ എന്നാണ്. അറബിയിൽ അൽ മുസ്തഫ എന്ന നെയിമിന്റെ അർത്ഥം ചോസൺ ഓർ സെലക്റ്റഡ് വൺ എന്നാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അറബിയിൽ അൽ മുസ്തഫ എന്ന നെയിമിന്റെ അർത്ഥം. ശരിക്കും ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ജിബ്രാന്റെ തന്നെ ഒരു പോയറ്റിക് പ്രോഫിറ്റിക് മൈൻഡാണ്. അദ്ദേഹം തന്നെയാണ് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷേ അൽ മുസ്തഫ എന്ന പ്രോഫിറ്റിലൂടെയാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ദ പ്രോഫിറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് സെർമൺ. അതായത് പ്രഭാഷണ രൂപേണയാണ് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അൽ മുസ്തഫ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാലും അതിൻ്റെതായ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അൽ മുസ്തഫ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് 1923 എഴുതിയ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണെങ്കിൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആണ് ഈ പോം. When a young mother with a newborn baby at her breast asked for advice on children and parenting, Gibran's poetic prophet responds. ഈ പോയത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു യങ് മദർ തൻ്റെ ന്യൂബോൺ ബേബിയെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അൽ മുസ്തഫ എന്ന പ്രോഫിറ്റിനോട് ചിൽഡ്രനെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ചും അഡ്വൈസ് ചോദിക്കുന്നു. അപ്പോൾ ജിബ്രാന്റെ പോയറ്റിക് പ്രോഫിറ്റായ അതായത് അൽ മുസ്തഫ എന്ന പ്രോഫിറ്റിലൂടെ ജിബ്രാൻ ഈ അമ്മയ്ക്കും അതുപോലെ ലോകത്തുള്ള എല്ലാ പാരൻസിനും കൊടുക്കുന്ന അഡ്വൈസാണ്, അതായത് കുട്ടികളെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ചും കൊടുക്കുന്ന അഡ്വൈസാണ് ഓൺ ചിൽഡ്രൻ എന്ന പോയത്തിലൂടെ നമ്മൾ കാണുന്നത്. ഈ പോം 1923 പബ്ലിഷ് ചെയ്തതാണെങ്കിൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിലും ഈ പോയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ യങ് മദറിലൂടെ ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ജിബ്രാൻ കൊടുക്കുന്ന അഡ്വൈസാണ് ഓൺ ചിൽഡ്രൻ. ലെറ്റ്സ് മൂവ് ടു ദ പോം. ആൻഡ് എ വുമൻ ഹു ഹെൽഡ് എ ബേബി against her bosom said, "Speak to us of children." And he said, "Your children are not your children. They are the sons and daughters of life's longing for itself. They come through you, but not from you. And though they are with you, yet they belong not to you." നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു യങ് വുമൺ തൻ്റെ ന്യൂ ബോൺ ബേബിയെ മാറോട് ചേർത്തണച്ചുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റായ അൽ മുസ്തഫയോട് ചോദിക്കുന്നു, സ്പീക്കേഴ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കൂ. ആൻഡ് ഹീ സെഡ്, ഇവിടെ ഹീ എന്ന് പറയുന്നത് അൽ മുസ്തഫ എന്ന പ്രോഫിറ്റിനെയാണ്. അൽ മുസ്തഫ ഇങ്ങനെ മറുപടി പറഞ്ഞു, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ.
അൽ മുസ്തഫ പറഞ്ഞ മറുപടി വളരെ ഷോക്കിംഗ് ആണ്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടി നിങ്ങളുടേതല്ല. പാരൻസിനോട് അൽ മുസ്തഫയുടെ അഡ്വൈസ് ആണിത്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടേതല്ല. ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ദേ ആർ ദ ലൈഫ്സ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അതായത് ദേ ആർ ദ പാർട്ട് ഓഫ് നേച്ചർ. എല്ലാവരും തന്നെ പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളും പ്രകൃതിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ പാരന്റ്സ് ഓൾവേസ് ടേക്ക് ക്രെഡിറ്റ് ഫോർ ഗിവിംഗ് ബർത്ത് ടു ദ ചിൽഡ്രൻ. പക്ഷെ ഇവിടെ പോയിട്ട് പറയുന്നത് പാരന്റ്സിന് അങ്ങനെ ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രകൃതിക്ക് മുമ്പോട്ടുള്ള ഗ്രോത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടി പാരന്റ്സ് എന്ന മീഡിയത്തിലൂടെ ഇവിടെ ബർത്ത് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പോയിട്ട് ആദ്യമേ പറഞ്ഞത് യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയല്ല. കാരണം എന്താണ്? ദേ ആർ ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ്. ദേ ആർ ദ പാർട്ട് ഓഫ് നേച്ചർ. ദേ കം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു. ഇവിടെ പോയിട്ട് വീണ്ടും പറയുകയാണ് ദേ കം ത്രൂ യു. നിങ്ങളിലൂടെയാണ് കുട്ടികൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് കുട്ടികൾക്ക് ബർത്ത് കൊടുക്കുന്നത്. ബട്ട് നോട്ട് ഫ്രം യു. അതായത് ഇവിടെ പാരൻസ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ മാത്രമാണ്, ഒരു മീഡിയം മാത്രമാണ്. ബട്ട് ചിൽഡ്രൻ ആർ നോട്ട് ദ പൊസഷൻ ഓഫ് പാരൻസ്. പാരൻസിന് പൊസസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പല പാരൻസും എന്താണ്, നമ്മുടെ കുട്ടികളാണ്. അതായത് വളരെയധികം പൊസസീവാണ്. മക്കളുടെ കാര്യത്തിൽ എല്ലാ പാരൻസും വളരെ പൊസസീവാണ്. പക്ഷേ ഇവിടെ പോയിട്ട് പറയുന്നത് നിങ്ങളങ്ങനെ പൊസസീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളിലൂടെ കുട്ടികൾ വന്നു. നിങ്ങളൊരു മീഡിയം അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് പൂർണ്ണമായി അവകാശം ഉള്ളതല്ല നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത്. ആൻഡ് ദോ ദേ ആർ വിത്ത് യു യെറ്റ് ദേ ബിലോങ് നോട്ട് ടു യു. ഇവിടെ പോയിട്ട് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് എന്ന് കരുതി ദേ ബിലോങ് നോട്ട് ടു യു. പക്ഷെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങളുടെ കുട്ടികൾ. അതായത് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെ, അവർ നാളെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത് വരെ നോക്കാനുള്ള അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കുട്ടിയിൽ മേലുള്ള മുഴുവൻ അവകാശവും അവരെ ബർത്ത് കൊടുത്തു എന്ന പേരിൽ ഒരു പാരന്റിനും ഇല്ല. അപ്പോൾ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെ നോക്കാനുള്ള അവകാശം മാത്രമേ പാരൻസിനുള്ളൂ. അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അവർ നിങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്, നിങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ ചെലവിലായിരിക്കും അവർ ജീവിക്കുന്നത് എന്ന് കരുതി അവർ നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസഷനിലുള്ളതല്ല നിങ്ങളുടെ കുട്ടികൾ. യു മേ ഗീവ് ദം യുവർ ലവ് ബട്ട് നോട്ട് യുവർ തോട്ട്സ്, ഫോർ ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്. യു മേ ഹൗസ് ദെയർ ബോഡീസ് ബട്ട് നോട്ട് ദെയർ സോൾസ്, for their souls dwell in the house of tomorrow, which you cannot visit, not even in your dreams. You may strive to be like them, but seek not to make them like you, for life goes not backward, nor tarries with yesterday. You may give them your love, but not your thoughts, for they have their own thoughts. Again the poet says that you may give them your love, but not your thoughts. അതായത് പോയിട്ട് പറയുന്നത് പാരൻസിന് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അൺകണ്ടീഷണൽ ലവ് ആണ്. സ്നേഹം വാരിക്കോരി കൊടുക്കാം. എല്ലാ പാരൻസിനും അവരവരുടെ മക്കൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കാം. ബട്ട് നോട്ട് യുവർ തോട്ട്സ്. അതായത് ഇവിടെ പോയിട്ട് പറയുന്നത് പാരൻസ് ഒരിക്കലും അവരവരുടെ ചിന്തകളെ മക്കളെ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. പാരൻസിന് അവരവരുടേതായ ഒരുപാട് ചിന്തകളും റിലീജിയസ് തോട്ട്സും അവരവരുടേതായ വിശ്വാസങ്ങളും ട്രഡീഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികളെ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. കാരണം ഇവിടെ പോയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്. കാരണം കുട്ടികൾക്ക് അവരവരുടേതായ ചിന്തകളുണ്ട്. നമ്മൾ നമ്മുടെ ചിന്തകൾ മാത്രം കുട്ടികളെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ചിന്തകളെ വളർത്താനായിട്ട് ആ കുട്ടികൾക്ക് സാധിക്കില്ല. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫേസ് ലൈഫ്. അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ കാലത്തെ പ്രശ്നങ്ങളായിരിക്കണമെന്നില്ല. അവർ പുതിയ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന പ്രശ്ന പരിഹാരങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന പുതിയ പ്രശ്നങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പാരൻസ് ഇവിടെ ചെയ്യേണ്ടത് കുട്ടികൾക്കൊരു നല്ല ഗൈഡായിട്ട് നിന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട, അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരുത്തുകയും അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും
അവരുടെ ചിന്തകളെയും അവരവരുടെ ഇഷ്ടങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും പാരൻസിൻ്റെ ചിന്തകളും ഇഷ്ടാനിഷ്ടങ്ങളും കുട്ടികളെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു നല്ല ഗൈഡായിട്ട് നിന്നുകൊണ്ട് കുട്ടികളുടെ ചിന്തകളെ വളർത്താനുള്ള ഉപദേശവും അഡ്വൈസും ഒക്കെ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരു പാരന്റ് ചെയ്യേണ്ടത്. You may house their bodies, but not their souls. For their souls dwell in the house of tomorrow, which you cannot visit, not even in your dreams. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ബോഡിയെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് നോട്ട് ദിയർ സോൾസ്. അവരുടെ ആത്മാവിനെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഫോർ ദെയർ സോൾസ് ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ടുമാറോ. കാരണം എന്താണ്? അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മകനെ ഡോക്ടറാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ കുട്ടിയെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കുന്നു. പക്ഷേ ആ കുട്ടിക്ക് താല്പര്യം ചിലപ്പോൾ വേറെ ഏതെങ്കിലും മേഖലയിൽ പോകാനാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്സും വേസ്റ്റാണ്. അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ബോഡി കൺട്രോൾ ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ ഒരിക്കലും ഒരു കുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പാരൻസ് ഞാൻ പറയുന്നത് കണക്ക് തന്നെ നടക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയിൽ മേലൊരു അവകാശം കാണിക്കാനോ ഒന്നും ഒരു പാരൻസിനും എന്തില്ല, അധികാരമില്ല. ഫോർ ദെയർ സോൾസ് ഡെൽ ഇൻ ദ ഹൗസ് ഓഫ് ടുമാറോ വിച്ച് യു കനോട്ട് വിസിറ്റ്, നോട്ട് ഈവൻ ഇൻ യുവർ ഡ്രീംസ്. കാരണം നാളെ ആ കുട്ടിയുടെ ഭാവി എന്താണെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു ഭാവിയിലേക്കായിരിക്കും ആ കുട്ടി ചിലപ്പോൾ നാളെ പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ നാളെ ഇതായി തീരും എന്ന് സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് ഇന്നെന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു അത് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾ പോകണം എന്നൊരിക്കലും വാശി പിടിക്കാനായിട്ട് പാടില്ല. കാരണം ഈ കുട്ടികളുടെ ഭാവി എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പോലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ പോലും സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. യു മസ്റ്റ് ട്രൈ ടു ബി ലൈക്ക് ദം but seek not to make them like you, for life goes not backward nor tarries with yesterday. ഇവിടെ പോയിട്ട് പറയാണ്, യു മസ്റ്റ് ട്രൈ ടു ബി ലൈക്ക് ദം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോലെ ആകാൻ ശ്രമിക്കുക. പാരൻസ് എന്ത് ചെയ്യണം? കുട്ടികളെ പോലെ ആകാൻ ശ്രമിക്കണം. ബട്ട് സീക്ക് നോട്ട് ടു മേക്ക് ദം ലൈക്ക് യു. പക്ഷെ കുട്ടികളോട് ഒരിക്കലും പറയരുത് പാരൻസിനെ പോലെ ആകാൻ, അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് കുട്ടികളോട് ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കുട്ടികളെ പോലെ ആകാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ടേക്കാണ് പോകുന്നത്. ഫോർ ലൈഫ് ഗോസ് നോട്ട് ബാക്ക്വേർഡ് നോർ ടാരീസ് വിത്ത് യെസ്റ്റർഡേ. കാരണം പാരൻസ് ജനിച്ച ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലായിരിക്കണം എന്നില്ല മക്കളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരൻസ് ഒരിക്കലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്, അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ വളർന്നാൽ മതി എന്ന് പറഞ്ഞ് മക്കളുടെ ആ ഒരു ലൈഫിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാനായിട്ട് പാടില്ല. കാരണം 1950-ലോ 60-ലോ ഒരു കാലഘട്ടത്തിൽ ജനിച്ച പാരൻസിൻ്റെ ഒരു ലൈഫ് ആയിരിക്കില്ല 1980-ലോ 90-ലോ ജനിച്ച മക്കളുടെ അവസ്ഥ. 80-ലോ 90-ലോ ജനിച്ച ആളുകളുടെ അവസ്ഥ ആയിരിക്കണമെന്നില്ല 2000-ന് ശേഷം ജനിച്ചവരുടെ അവസ്ഥ. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം പല പാരൻസും മക്കളോട് ചോദിച്ചിട്ടാണ് ടെക്നോളജിയൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതെല്ലാം മക്കളോട് ചോദിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ ഒരുപാട് വർഷത്തിന് മുമ്പ് തന്നെ ഖലീൽ ജിബ്രാൻ പറഞ്ഞത്, നിങ്ങളൊരിക്കലും മക്കളോട് പറയരുത് ഞങ്ങളെ കണ്ട് പഠിക്കാൻ. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മക്കളോട് ചോദിച്ച് അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ നിന്ന് പുതിയ ലൈഫ് എന്താണെന്ന് പഠിക്കാം. കാരണം ഓരോ ദിവസവും മുമ്പോട്ടേക്കാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ പുറകോട്ടേക്കല്ല. അപ്പോൾ പാരൻസ് ഒരിക്കലും മക്കളോട് പഴയ അഡ്വൈസസ് കൊടുത്ത് അവരുടെ ലൈഫ് പുറകോട്ട് കൊണ്ടുവരാതെ അവരെ പുതിയ ലൈഫ് ഫേസ് ചെയ്യാനുള്ള പ്രിപ്പറേഷനാണ് പാരൻസ് ചെയ്യേണ്ടത്. You are the bows from which your children as living arrows are sent forth. The archer sees the mark upon the path of the infinite, and he bends you with his might, that his arrows may go swift and far. ഈ പോയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റഫറിലൂടെ പോയറ്റ് ക്ലിയർ ആയിട്ട് അഡ്വൈസ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ പ്രോഫറ്റ് അൽ മുസ്തഫ പാരൻസിനെ ബോസ് ആയിട്ടും ചിൽഡ്രനെ ആരോസ് ആയിട്ടുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്.
ബോസ് എങ്ങനെയുള്ളതായിരിക്കണം? ബോസ് വളരെ പവർഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം ആൻഡ് സ്റ്റഡി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് പോകുന്ന ആരോസ് ലക്ഷ്യസ്ഥാനത്തിലേക്ക്, അതായത് അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പാരൻസ് വളരെ സ്ട്രോങ്ങും സ്റ്റഡിയും വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രോഫറ്റ് അൽ മുസ്തഫ പാരൻസിനെ ബോസിനോട് കമ്പയർ ചെയ്യുന്നത്. ബോസ് വളരെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാനും എന്തൊരു പ്രശ്നമുണ്ടായാലും പാരൻസിനോട് സംസാരിക്കാം എന്നുള്ള ധൈര്യവും കുട്ടികൾക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ ബോസ് സ്ട്രിങ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് പോകുന്ന ആരോസ് എന്താവുകയുള്ളൂ? അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ അവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ പാരൻസ് സ്ട്രോങ്ങും പവർഫുള്ളും ആയിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്കും അതുപോലെ സ്വിഫ്റ്റായിട്ടും ഫാറായിട്ടും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ ആർച്ചർ സീസ് ദ മാർക്ക് അപ്പോൺ ദ പാത്ത് ഓഫ് ദ ഇൻഫിനിറ്റ്. ഇവിടെ ആർച്ചർ എന്ന് പറയുന്നത് ഗോഡിനെയാണ്, അല്ലെങ്കിൽ ഡിവൈൻ പവർ ഓർ ഡിവിനിറ്റി. ഹി ബെൻസ് യു വിത്ത് ഹിസ് മൈറ്റ്. ഇവിടെ ഹി ക്യാപിറ്റൽ ലെറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെയാണ്, അല്ലെങ്കിൽ ഡിവൈൻ പവറിനെയാണ്. ഹി ബെൻസ് യു വിത്ത് ഹിസ് മൈറ്റ്. ഇവിടെ ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് പാരൻസിനെ എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു. പാരൻസ് ആകുന്ന ബോസിനെ ബെൻഡ് ചെയ്യുന്നു. ആൻഡ് ഹിസ് ആരോസ്. എന്തിനാണ് അങ്ങനെ ബെൻഡ് ചെയ്യുന്നത്? അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിനറിയാം ഈ ആരോസ് ഏത് ലക്ഷ്യത്തിലേക്കാണ് പോകേണ്ടത് എന്ന് ദൈവമാകുന്ന ആർച്ചറിനറിയാം. അതുകൊണ്ട് തന്നെ ആർച്ചർ എന്ത് ചെയ്യുന്നു? പാരൻസിനെ ബെൻഡ് ചെയ്യുകയും അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ആരോസ് എന്ത് ചെയ്യുന്നു? വളരെ സ്വിഫ്റ്റായിട്ടും ഫാറായിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ പാരൻസ് എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ദൈവത്തിനറിയാം ഈ ആരോസ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എത്ര ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് എത്തേണ്ടതെന്നും ദൈവത്തിനറിയാം. അപ്പോൾ ആർച്ചർ എന്ത് ചെയ്യുന്നു? പാരൻസ് ആകുന്ന ബോയെ ബെൻഡ് ചെയ്യുകയും അതിലൂടെ പോകുന്ന ആരോസ് സ്വിഫ്റ്റായിട്ടും ഫാറായിട്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇവിടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ ഫ്യൂച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രോഫറ്റ് അൽ മുസ്തഫ പാരൻസിനെ ബോസ് ആയിട്ടും ചിൽഡ്രനെ ആരോസ് ആയിട്ടും ഗോഡിനെ ആർച്ചർ ആയിട്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. Let your bending in the archer's hand be for gladness, for even as he loves the arrow that flies, so he loves also the bow that is stable. Let your bending in the archer's hand be for gladness. അതായത് എപ്പോഴെങ്കിലും പാരൻസിന് അവരുടെ ലൈഫിൽ ഒരു ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഈ കുട്ടികളെ വളർത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ആർച്ചർ അതായത് ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ പവർ നമ്മൾ ബോൾഡ് ചെയ്യുകയാണ്, നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ്. ആ കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുക. കാരണം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. For even as he loves the arrow that flies, so he loves also the bow that is stable. കാരണം എന്താണ്? നമ്മൾ എന്തിനാണ് ദൈവത്തിൻ്റെ ആ തീരുമാനത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടത്? ദൈവം ആരോവിനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ദൈവം ആരോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ദൈവം കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ദൈവം ആരെയും സ്നേഹിക്കുന്നുണ്ട്? ഹി ലവ്സ് ഓൾസോ ദ ബോ ദാറ്റ് ഈസ് സ്റ്റേബിൾ. സ്റ്റേബിളും സ്റ്റഡിയുമായിട്ട് കുട്ടികളെ വളർത്തുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഹാർഡ്ഷിപ്പ് അനുഭവിക്കുന്ന, അതിനുവേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാരൻസിനെയും ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ദ പ്രോഫറ്റ് അൽ മുസ്തഫ ഈ പോയം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ദൈവം ബോസ് ആകുന്ന പാരൻസിനെയും ആരോ ആകുന്ന കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. So that's all about the poem On Children written by Khalil Gibran. Hope you understood the poem. Thank you for watching.